നമുക്കൊപ്പം ചിന്തയുണ്ട്, നമ്മുടെ ജയമോഹൻ സഖാവുണ്ട്. വെൽക്കം. ജയമോഹൻ സഖാവിനെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് കൊല്ലം ജില്ലയിലായിരുന്നത് കൊണ്ട് തന്നെ 2011-15 തോന്നുന്നല്ലേ ഒരു പുരസ്കാരം നമ്മുടെ രാജ്യത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരമാണ് അല്ലേ? അത് വാങ്ങിയ കക്ഷിയാണ് ഈ ഇരിക്കുന്നത് അല്ലേ? പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സ്വപ്നം കണ്ടിരുന്നോ എപ്പോഴെങ്കിലും? ഇല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. എത്ര വർഷമായി പാർട്ടിയിൽ ഒരു 15 വർഷമാവും. ജി സുധാകരൻ പ്രവർത്തിച്ചതിന്റെ ഏകദേശം സമാനമായ കാലയളവുണ്ട്. ഇപ്പോഴും നിയമസഭ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. നിയമസഭയിൽ ഇതിനിടയ്ക്ക് പാർട്ടി വിടാൻ തോന്നിയില്ലേ? പാർട്ടി വിട്ടിട്ടില്ലെന്ന് മാത്രമല്ല, പാർട്ടിയുടെ അച്ചടക്കങ്ങൾ പാലിച്ചുകൊണ്ട് ഇതുവരെ ഒരു താക്കീതിന് പോലും ഇടവരാത്ത രൂപത്തിൽ സംശുദ്ധമായ രാഷ്ട്രീയവും പാർട്ടി മാനദണ്ഡങ്ങളും അനുസരിച്ച് മാത്രമേ ഇതുവരെ പ്രവർത്തിക്കൂ. അതെ, ജയമോഹൻ സഖാവിന്റെ കാര്യം ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തുന്നതല്ല എങ്കിലും ജയമോഹൻ സോ സിമ്പിൾ ആൻഡ് ഡൗൺ ടു എർത്ത്. ശരിയാണ്, അപ്പോഴത്തെ ബിന്ദു കൃഷ്ണ ഈ സോ ഫെമിലിയർ ഇൻ ദ കോൺസ്റ്റിറ്റ്യുവൻസി. ജയമോഹൻ സഖാവിന്റെ കാര്യത്തിലെ 35 വർഷമായിട്ട് സാധാരണ 30-35 വർഷം പ്രവർത്തിക്കുമ്പോൾ MLA സ്ഥാനമൊക്കെ കിട്ടേണ്ടതല്ലേ? ഇതുവരെ കൊടുത്തില്ല എന്നുള്ള ഒരു പരിഭവം പോലും ഇല്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ പരിഗണിച്ചപ്പോൾ പോലും അത് പാർട്ടിയുടെ തീരുമാനമായതുകൊണ്ട് അംഗീകരിക്കുന്നു അല്ലേ? അതെ, പാർട്ടി തീരുമാനം തന്നെയാണോ മത്സരിക്കേണ്ടത് എന്ന് അങ്ങോട്ട് ചോദിച്ചു ഞാൻ അറിഞ്ഞത്. അതെ, ആ നിലയിൽ തന്നെയാണ്. പാർട്ടി പറയുന്നത് അനുസരിച്ചല്ലാതെ പ്രത്യേക ഒരു ആഗ്രഹ അഭിലാഷം വെച്ച് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒരു വളഞ്ഞ വഴിയും ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ല, ഇനി സ്വീകരിക്കത്തില്ല. മൂന്നാമത്തെ ഊഴമാണ്. അപ്പം മുകേഷ് ആയിരുന്നു മണ്ഡലത്തിൽ. മുകേഷ് ഒരു മണ്ഡലത്തിൽ വളരെ സജീവമല്ലായിരുന്നു എന്നുള്ളതാണ് വിമർശനം. അത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ബാധിക്കൂ? അതൊരു മുകേഷിനെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് തന്നെ സിനിമ ഫീൽഡിൽ നിന്നാണ്. രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴും സിനിമ കൈവിടാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പോയിരുന്നു. ചിലപ്പോൾ സിനിമയിൽ പോകേണ്ടി വരുമ്പോ നാട്ടിലെ ചില ദിവസങ്ങളിൽ കാണൂല. ഇതിനെ പർവ്വതീകരിച്ച് ആളുകൾ ചിത്രീകരിക്കാം. എന്നാൽ കൊല്ലം ജില്ല, അതിന്റെ തലസ്ഥാന നഗരിയിൽ എത്രയോ സാംസ്കാരിക നായകന്മാരായിട്ടുള്ള ആളുകൾക്ക് ജന്മം നൽകിയ നാടാണ് ഈ കൊല്ലം. ONV ഉണ്ട്, അതുപോലെ തന്നെ ദേവരായൻ മാസ്റ്ററുണ്ട്, കാതിക സാമ്രാട്ട് ശാംബർശൻ സാറുണ്ട്, നവോത്ഥാന കാലത്തെ മകൻ വ്യക്തിത്വങ്ങളുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ സാംസ്കാരിക സമുച്ചയം സമർപ്പിച്ച് പഴയകാല ഓർമ്മകൾ പഴയ ആളുകൾക്ക് അത് അയവിറക്കാനും പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാംസ്കാരിക സമുച്ചയം പണി കഴിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാംസ്കാരിക രംഗത്ത് സിനിമാ രംഗത്തുള്ള ഒരാൾ വന്നപ്പോൾ വന്ന ഒരു മാറ്റം ചില ആളുകൾ മറച്ചു വയ്ക്കുന്നു.